ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അനാസനഗാസ് കിഡ്സ് കോർണർ. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ന് ഞങ്ങളുടെ സ്കൂളിലത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇടുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും പ്രസംഗത്തിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അനഘയുടെ ദേശഭക്തി ഗാനത്തിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അനഘയാണ് ആ മുന്നിലത്തെ പച്ച പോണിട്ടയിൽ കെട്ടി നിൽക്കുന്നത്. അനഘയാണ്. ഞാൻ ബാക്കിലാണ് നിൽക്കുന്നത്, ഫ്ലവറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അപ്പുറത്തെ സൈഡാണ്. ഇത് ഞങ്ങളുടെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ആട്ടോ. ഗൈഡിങ്ങും അതും കൂടാണ്ട് ഹെഡ് മിസ്ട്രസ്സും ആണ് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. ആ ഫ്ലാഗ് പിടിച്ച് ഉയർത്തുന്നതാണ് ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ്. പിന്നെ ഗൈഡിങ്ങുകളെല്ലാം നിയന്ത്രിക്കുന്നത് ഞങ്ങളുടെ റോണി ടീച്ചറാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ പുറകിൽ നിന്നിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഫ്ലാഗ് ഹോസ്റ്റിങ് എനിക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല. ഞങ്ങളപ്പോഴേക്കും ഫ്ലവർ കൊടുക്കുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ. പിന്നെ ഞങ്ങളത് ഇങ്ങനെ കൂടിയൊക്കെ ഉയർത്തി കഴിഞ്ഞു. പിന്നെ എല്ലാവരും സെല്യൂട്ട് അടിക്കലും ജണ്ട പൂജയൊക്കെ പാടലൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ രൂപ ടീച്ചറാണ് സ്വാഗതം പറയുന്നത്. രൂപ ടീച്ചറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്വാഗതം പറയുന്നതിനായിരുന്നു ഞങ്ങൾ പൂവൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നത്. ഗൈഡും റെഡ് ക്രോസും രണ്ട് തരമായിട്ടാണ് ലൈൻ മാതിരി നിൽക്കുന്നുണ്ട്. ഇതെൻ്റെ സ്പീച്ചാണ് കേട്ടോ ഗൈസ്. ഞാൻ ഇംഗ്ലീഷ് സ്പീച്ചിന് എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ സ്പീച്ച് എന്ന് പറയുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഇത് 5 മിനിറ്റിനുള്ള സ്പീച്ചാണെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ 5 മിനിറ്റ് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പം അനഘയുടെ ഈ സ്പീച്ച് ഉണ്ട് കേട്ടോ. ഈ നിൽക്കുന്നതാണ് അനഘ. അവളുടെ സ്പീച്ചും ഉണ്ട്. അവൾക്കും ഫസ്റ്റ് തന്നെയാണ്. അവൾ ഇംഗ്ലീഷ് തന്നെയാണ് കേട്ടോ. എൻ്റെ സ്പീച്ചിനേക്കാളും കുറച്ച് വ്യത്യാസമുള്ളൂ അനഘയുടെ സ്പീച്ചിന്. ബാക്കിയുള്ളതെല്ലാം ഞാനാണെങ്കിലും അതുപോലെ സെയിം ആയിട്ട് പഠിച്ചു വെച്ച സ്പീച്ചാണ്. ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ ദേശഭക്തി ഗാനാണ് കേട്ടോ. ഞങ്ങളുടെ അല്ല, UP സെക്ഷനിൽ ഫസ്റ്റോ സെക്കൻഡാണോ ഫസ്റ്റാണോന്ന് പറഞ്ഞോടാ. അവരുടെ ഒരു ദേശഭക്തി ഗാനാണ്. ജനകോടികൾക്ക് ജീവാമൃതം എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് കിട്ടിയ പാട്ടാണ് കേട്ടോ ഇത് നിൽക്കുന്നതെന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് സൗപർണിക ചേച്ചിയാണ്. ആളും ഇതുപോലെ മലയാളം പ്രസംഗം പറഞ്ഞിട്ട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു HS തലത്തിൽ. അപ്പോൾ അതുകൊണ്ട് ആളുടെ സ്പീച്ചും ഞങ്ങളിവിടെ നടത്തുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കിൽ അനഘ പാടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇത് ആവണി എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. 6ലും 7ലുമാണ് പഠിക്കുന്നത് കേട്ടോ. ഇവൾക്ക് UPയിൽ ഫസ്റ്റ് മലയാളം പ്രസംഗത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവളാണ് പറയുന്നത് കേട്ടോ. ഇത് എൻ്റെ അനിയത്തിയുടെ പാട്ടാണ്. ഫസ്റ്റ് കിട്ടിയ പാട്ടാണ് എൻ്റെ അനിയത്തിയുടെ. ഇതെൻ്റെ രാജ്യം, ഇതെൻ്റെ മാതൃരാജ്യം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് ഇത് കേട്ടോ അനഘയുടെ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഞാൻ എന്നെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ കൊണ്ടില്ലേ ഗൈസ്. പിന്നെ നന്ദി പ്രസംഗമായി. ഞങ്ങളുടെ സിനി ടീച്ചറാണ് നന്ദി പറയുന്നത്. ബാക്കി വീഡിയോസായിട്ട് പിന്നെ വരാം. ബൈ.